Hi friends, welcome back to Zaira's Easy Cooking. ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ അയക്കൂറ വെച്ചിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ അയക്കൂറ എടുത്തിട്ടുണ്ട്. കിങ് ഫിഷാണിത്. മീനൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല തേച്ച് കൊടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങൻ്റെ ഫുൾ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു പേസ്റ്റ് പോലെ ഇതാക്കിയെടുക്കാം. ഇത് ഇവിടെ ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച് മീൻ ഓരോന്നായി വെച്ച് കൊടുത്ത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മീനും ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എല്ലാ മീനും ഇവിടെ ഇപ്പം നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായാൽ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. മീൻ 2 സൈഡും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റുള്ളിൽ മീൻ കുക്കായി കിട്ടും. ഒരു ഭാഗം കുക്കായി വന്നാൽ ഇതൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട മസാലയും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വലിയ പാൻ തന്നെ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായി എടുക്കണം. ഇതിവിടെ ഇപ്പോൾ മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് മീനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഇവിടെ 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 8 പച്ചമുളകും 1 ഇഞ്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിൽ നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി മീൻ ഫ്രൈ ചെയ്ത സെയിം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച 3 സവാള ഇതിലേക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ ഇപ്പോൾ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് മുഴുവനായി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ മീൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത്. അതുകൊണ്ട് വേറെ മഞ്ഞൾപ്പൊടി ഒന്നും എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പൊടികളിതൊക്കെ പച്ചമണം മാറിയാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. തക്കാളി ഇവിടെ ഇപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു സ്പൂണ് കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് അടച്ചെടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു 2-3 ടേബിൾ സ്പൂൺ പുതിന ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കൈ നിറയെ മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് മീൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ മീനും മസാലേൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ മീനിൻ്റെ ഒരു ഫ്ലേവർ മസാലയിൽ നല്ലപോലെ പിടിച്ച് കിട്ടും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ മസാലയിൽ വേറെ മീനൊന്നും പൊടിച്ച് ചേർക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ബിരിയാണീൻ്റെ മീൻ മസാല ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് ഇനി മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട ചോറ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടായാൽ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഗീ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സവാള നൈസായി കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് റൈസിൻസും കാഷ്നട്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബിരിയാണീൻ്റെ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 3 കപ്പ് ജീരകശാല റൈസാണ് ഉപയോഗിച്ചത്. ബിരിയാണീൻ്റെ അരി നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അരി വറുത്തിട്ടാണ് നമ്മളിവിടെ ബിരിയാണി ഇന്ന് തയ്യാറാക്കുന്നത്. 3 കപ്പ് അരി മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരി ഇവിടെ സോക്ക് ചെയ്തിട്ടൊന്നും വെച്ചിട്ടില്ല. കഴുകി ഉടനെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4.5 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അരിയിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഗ്രാമ്പ്, പട്ട, ഏലക്കൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളക്കുന്ന സമയത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 8-9 മിനിറ്റുള്ളിൽ ഇത് കുക്കായി കിട്ടും. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബിരിയാണീനെ ദം ചെയ്തെടുക്കുക. അതിന് വേണ്ടി ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ ആദ്യം ഞാൻ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ലെയർ ചോറ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചോറിൻ്റെ മുകളിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫുഡ് കളറും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലൊന്ന് ഫുഡ് കളറൊന്ന് മിക്സ് ചെയ്തത് ഇതിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല പൗഡറും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ മസാല ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല ഫുള്ളൊന്ന് ചോറിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ബാക്കി വന്ന ചോറും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാല ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തെടുക്കാം. മീൻ മസാലയിൽ നിന്ന് മീനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അവസാനമാണ് നമ്മൾ ചോറിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുക്കുക. ഇതിവിടെ ഇപ്പം എല്ലാം സെറ്റായതിന് ശേഷം മീൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നേരത്തെ എടുത്ത് മാറ്റിയ മീൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് ദം ചെയ്തെടുക്കുക. ഏറ്റവും ചെറിയ തീയിൽ വേണം ഇതൊന്ന് ദം ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് എങ്കിലും ചെറിയ തീയിൽ ഇതൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ബിരിയാണി ഇവിടെ ഇപ്പോൾ ദമ്മായി വന്നിട്ടുണ്ട്. ഇതിൽ മീനൊക്കെ ഒരു സൈഡിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.